സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എങ്കിലും 2 വാക്ക് പറ. എനിക്ക് സ്നേഹിക്കുന്നവർ ഇവര് പറയും 2 വാക്ക്. ഈ കുട്ടിയെ പിടിച്ച് പുറത്താക്കുക. ഇതിവിടെ എത്തിയോ? അല്ല, അവര് പറഞ്ഞു നിങ്ങളെല്ലാരും കൈവക്ക് കണ്ടു. ആരംഭത്തിൽ അപമാനം. നിങ്ങളെല്ലാരും കൈവക്ക് കണ്ടു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. മിണ്ടില്ല ഞാൻ. പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ. എന്നെ സ്നേഹിക്കുന്നവർ അവരല്ലേ. ഞാൻ മറ്റേ പെട്ടെന്ന് മുളച്ചു വന്ന സൂപ്പർ സ്റ്റാർ ഒന്നുമല്ലോ. എങ്ങനെ ഇവൻ എന്താ പറയണത്? പെട്ടെന്ന് മുളച്ചു വന്ന സൂപ്പർ സ്റ്റാർ ഒന്നുമല്ലോ നീ അനക്കെന്താ തലക്ക് സുഖല്ലേ? ഞാൻ അമ്പലപ്പറമ്പ് പള്ളിപ്പറമ്പുകളിൽ നിന്നും പരിപാടി നടത്തി അങ്ങനെ അമ്മയിലെത്തി. പണിയെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? അമ്മയിലെത്തി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് 10 വർഷം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നവരിൽ ഒരാളാണ് ഞാൻ. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ഇവനെ അകത്തും പുറത്തും നിർത്താൻ കൊള്ളില്ല. ഇവന്റെ ലക്ഷണം കണ്ടാൽ തന്നെ അറിയാൻ പാടില്ല. നീ ഒന്ന് ഒഴിവായിത്താടാ പോടാ. അങ്ങനെ അവര് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടെങ്കിൽ ഞാൻ വേണ്ട. എനിക്ക് 10 പൈസ അവിടെ നിന്ന് ലാഭമുള്ള കാര്യമല്ല. ഒരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു. നീ പറഞ്ഞല്ലോ എവിടെയാണ് ന്യായം? നീ പോടേ, വല്ല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. ഞാൻ എന്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് ഡീസൽ അടിച്ച് അവിടെ വന്ന് പ്രവർത്തിക്കുന്നതെന്ന് അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല. പോയി പണിയെടുത്ത് ജീവിക്കണോ? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.